സിംപ്ലിഫിക്കേഷന്റെ ഒരു മൂന്നാമത്തെ ക്ലാസ്സാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത്. നമുക്ക് 9, 99, 999 എന്നീ നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് ഡിവിഷൻസിന്റെ ഒന്ന് നോക്കാം. ഡിവൈഡ് ചെയ്ത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് 2/9 ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ 2/9 9നെയും കൈ, അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേയും കൈ ചെറിയ നമ്പറാണ്. അപ്പൊ ഒരു സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ആ നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. റെക്കറിംഗ് എന്ന് പറയും. 2 അതായത് ആൻസർ ഇങ്ങനെ വരും, റെക്കർ ചെയ്ത് പോകും. 2.2222 അങ്ങനെ പോകും. ഇനി 2/99 ആണെങ്കിൽ അതേപോലെ തന്നെയാണ്, അതായത് 0.02 അത് റെക്കർ ചെയ്ത് പോകും. രണ്ട് നമ്പർ റെക്കർ ചെയ്ത് പോകും. ഇനി 2/999 ആണെങ്കിൽ അതായത് 3 നമ്പർ റെക്കർ ചെയ്ത് പോകും. ഇത് ശ്രദ്ധിക്കണം, ഇതിനേയും കായി ചെറിയ നമ്പറാണിത്. 0.002 അതങ്ങനെ റെക്കർ ചെയ്ത് പോകും, റിപ്പീറ്റ് ചെയ്ത് പോകും. ഈ 2/999 ആണെങ്കിൽ 4 നമ്പർ 0.00, അതായത് 4 നമ്പർ. ഇവിടെ നമ്മൾ 3 നമ്പറാണ്, ഇവിടെ 4 നമ്പർ 02 അതങ്ങ് റെക്കർ ചെയ്ത് പോകും. പിന്നെയും പോകും 0002 അത് റെക്കർ ചെയ്ത് പോകും. ഇപ്പോ നമ്മൾ ഞാൻ ഈ നമ്പറിലെ ആദ്യം ഞാൻ 2 വെച്ചാണ് ചെയ്തത്. ഈ നമ്പറിനെ ഞാനൊരു 23 എന്നാക്കി കൊടുക്കുകയാണ്. 23 ഇവിടെ എല്ലാം ഞാൻ 23 ആക്കി കൊടുക്കുക. അതായത് മുകളിൽ ഒരു 2 ഡിജിറ്റ് വന്നാൽ എങ്ങനെയായിരിക്കും? ഇതിപ്പോ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനായി വലിയ നമ്പറാണ്. അപ്പൊ അതായത് 23ല് 9 എത്ര ടൈംസ് വരും നോക്കുക. 23ല് 9 എത്ര ടൈംസ് വരും? 2 ടൈംസ് വരും. ബാലൻസ് എത്ര വരും? 2 ടൈംസ് മീൻസ് 9 2s are 18. 18 കഴിഞ്ഞ് ബാലൻസ് എത്ര വരും? 5 വരും. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. 2.55 ആ ബാലൻസ് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 9 ലെസ് ആണ്, അത് റിപ്പീറ്റ് ചെയ്ത് പോകും. ഇനി ഇവിടെ ഇതുപോലെ തന്നെ വരുന്നത് 23/99, പക്ഷെ ഇവിടുത്തെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെയും കായി ചെറുതാണ്. അപ്പൊ ഇവിടെ 2 നമ്പർ ഉണ്ട്, 2 9 ഉണ്ടായിട്ട് ആ നമ്പർ തന്നെ ഇങ്ങനെ റെക്കർ ചെയ്തു റിപ്പീറ്റ് ചെയ്ത് പോകും. ഇവിടെയാണെങ്കിലോ ഇത് ഡിനോമിനേറ്ററിനെയും കായി ന്യൂമറേറ്റർ ചെറുതാണ്, പക്ഷെ 2 ഡിജിറ്റ് ഉള്ളൂ. ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് 3 ഡിജിറ്റ് വേണം. 023 അതങ്ങ് റെക്കർ ചെയ്ത് പോകും. ഇവിടെയാണെങ്കിലോ ഡിനോമിനേറ്ററിനെയും കായി ന്യൂമറേറ്റർ ചെറുതാണ്, പക്ഷെ ഇവിടെ 4 9 ഉണ്ട്. അതായത് നമുക്ക് ആൻസറിൽ 4 നമ്പർ വേണം. അപ്പൊ 2 0 ഇട്ട് കൊടുത്തിട്ട് 23 ഇട്ടാൽ മതി. ഇതായിരിക്കും റെക്കർ ചെയ്ത് പോകുന്നത്. ആദ്യം ഞാൻ സിംഗിൾ ഡിജിറ്റ് ന്യൂമറേറ്റർ ഇട്ടു. രണ്ടാമത്തെ പ്രാവശ്യം 2 ഡിജിറ്റ് ഇട്ട്. ഇപ്പൊ ഞാൻ 3 ഡിജിറ്റ് ഇട്ട്. എല്ലാത്തിന്റെ കൂടെ ഞാനൊരു 1 ഇട്ട് കൊടുത്തു. ഇപ്പൊ ഒരു 3 ഡിജിറ്റ് ആയി. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വലിയ നമ്പർ. ഇപ്പൊ 231ല് 9 എത്ര ടൈംസ് വരും നോക്കാം. എത്ര ടൈംസ് വരും? 25 ടൈംസ് വരും. 225 ആണ്. അതായത് ഇത് വരുന്നത് 25 ടൈംസ് ആണ്. ആ 25 എടുത്തത്, അതായത് കോഷ്യന്റ് എടുത്തെഴുതുക. ബാലൻസ് എത്ര വരും? 6 വരും. അതിങ്ങനെ റെക്കർ ചെയ്തു പോകും, റിപ്പീറ്റ് ചെയ്തു പോകും. നമ്മുടെ ആൻസർ വരും. ഇനി ഇതും ഇതുപോലെ തന്നെ 231ല് 99 എത്ര ടൈംസ് വരും? 231ല് 99 2s are 198. ബാലൻസ് എന്നുള്ളത് 33 വരും. ബാലൻസ് 33 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വരുന്ന എത്ര ടൈംസ് ആ നോക്കുക. കോഷ്യന്റ് എടുത്ത് എഴുതുക. 2 ടൈംസ് വരും, അതായത് 198 വരും. ബാലൻസ് വരുന്ന നമ്പർ ഇങ്ങനെ റെക്കർ ചെയ്തു പോകും, റിപ്പീറ്റ് ചെയ്തു പോകും. ഇവിടെ കുഴപ്പമില്ല, ഇത് ചെറിയ നമ്പറാണ്. അപ്പൊ ആ നമ്പർ തന്നെ ഇങ്ങനെ റെക്കർ ചെയ്തു പോകും. ഇവിടെയാണെങ്കിൽ ഇതിനേക്കാൾ ചെറിയ നമ്പറാണ്, ന്യൂമറേറ്റർ ചെറുതാണ്, പക്ഷെ 4 9 ഉണ്ടായത് വേണം. ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ആ പ്ലേസ് നമ്മൾ റെക്കർ ചെയ്തു പോകും. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പം 9 99 999 ഒക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്താല് റിമൈൻഡേഴ്സ് എങ്ങനെ എളുപ്പം നമുക്ക് പറയാൻ പറ്റും. പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു നമ്പർ 4 3 5 8 ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അഥവാ ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ എന്ത് വരും എന്ന് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒന്നുകിൽ ഇങ്ങനെ ഓരോ നമ്പർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണേ ചെയ്യാം. കാരണം അതതിന്റെ റൂൾ അതാ. ഈ 9 ആകുമ്പോൾ കുറച്ച് എളുപ്പം, അതായത് ഇതിന്റെ എല്ലാം കൂടെ സം എടുത്താൽ മതി. അതല്ലെങ്കിൽ 9 ഫോം ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് റിമൈനിങ് നമ്പേഴ്സിനെ സം എടുക്കണം. 8+3 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11ല് വീണ്ടും 1 ഉണ്ട്. 1 + 1 2. അതായത് ഈ സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് റിമൈൻഡർ ആണ് 2. 8+3 11. 11ല് 1 + 1 2. അതായിരിക്കും ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇതേ സംഖ്യ തന്നെ ഞാൻ എഴുതാം. 4 3 5 8.
അപ്പൊ നമുക്ക് 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? അഥവാ ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത് ഇങ്ങനെ സം എടുക്കുമ്പോൾ ഒരു 9 ഉണ്ടാവണം, അതല്ലെങ്കിൽ 9 ഫോം ചെയ്യുന്ന നമ്പർ ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഇതിപ്പോ നമുക്ക് നോക്കുവാണെങ്കിൽ 99 ആണെങ്കിൽ റൈറ്റ് സൈഡ് ഫ്രം ദ റൈറ്റ് സൈഡ് രണ്ട് നമ്പർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 58ഉം 43 ആണ് വന്നത്. 58 പ്ലസ് 43 ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 101 വരും. ഈ 101 എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും 99 എബോവ് വന്നത്. അപ്പൊ വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ സം എടുത്താൽ മതി. ഇവിടെയും നമുക്ക് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് റിമൈൻഡർ 2 എന്ന് പറയാം. റിമൈൻഡർ 2 എന്ന് പറയാം. 58 പ്ലസ് 43 101 വന്ന് 101 എന്ന് പറഞ്ഞാൽ 99 എബോവ് ആണ്. അപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. അത് പക്ഷേ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 99ഓ 99ന്റെ മൾട്ടിപ്പിളോ ആയിട്ട് വന്നാൽ നമുക്ക് അതിനെ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാം. ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ നമ്പറിനെ തന്നെ വീണ്ടും എഴുതുവാണ്. അപ്പൊ ഇവിടെ വന്നത് 999 എന്നായിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഈ 999 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അഥവാ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ നിന്ന് 3 9 ഉണ്ടായിട്ട് 3 നമ്പർ വെച്ചിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. 358ഉം പിന്നെ ഒരു 4ഉം വന്ന്, അതായത് 362 വന്ന്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നമ്പറാണ് ഇങ്ങനെ വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ഇതിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഈ 999 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ ആണെന്ന്. ഇവിടെ സാധിച്ചില്ല. അപ്പം ഇതിനേക്കായി താഴെ വന്നൊരു നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ റിമൈൻഡർ ആണ്. ഏതാണ്? 362 ആണ്. ഈ 4358നെ ഈ 999 കൊണ്ട് ഡിവൈഡ് ചെയ്തുള്ള റിമൈൻഡർ ആണ് 362 എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത നമ്പർ 4358. ഞാൻ ഒരു നമ്പറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാണ്, ഒരു 9 ആഡ് ചെയ്യാണ്. ഡിവൈഡഡ് ബൈ 999 എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ കിട്ടിയത് 4 നമ്പർ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്തത്. 4 9 ഉണ്ടായിരുന്നു. 3589ന്റെ കൂടെ ഒരു 4 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരുന്നത്? 3593 വന്ന്. ഈ നമ്പർ ഇതുമായിട്ട് റിലേഷൻ ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പറാണ്. ഇത് ഡിവിസിബിലിറ്റി വരുന്നതാണ്, ഡിവിഷൻ വരുന്ന നമ്പറാണ്. പക്ഷെ ഇവിടെ പറ്റിയില്ല. അതായത് ഈ നമ്പറിനേക്കാൾ ചെറിയൊരു നമ്പറാണ് ഇവിടെ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ 4 9 കൊണ്ട് 9999 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ ആണ് 3593 എന്ന് പറയാം. അതാണ് ഈ 999 അങ്ങനെ തുടർന്ന് വരുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. 11 കൊണ്ട്. അപ്പൊ ഈ 11 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ 11 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഏത് നമ്പേഴ്സ് ആണോ അതിനേക്കായി ഒന്ന് കൂടുതലായിരിക്കും അതിന്റെ ആൻസറിൽ വരുന്ന ഡിജിറ്റ്സുകൾ. ഡിജിറ്റ് എത്ര എണ്ണമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഈ രണ്ട് നമ്പറും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സെന്റർ എഴുതിയാൽ മതി, ആൻസർ വരും. ഇനി ഇതും അതുപോലെ തന്നെയാണ്. 4ഉം 8ഉം എഴുതിയിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 4 + 8 12. അപ്പൊ 2 എഴുതി ബാലൻസ് ക്യാരി ചെയ്ത് കൊടുത്ത് 1 ക്യാരി ചെയ്ത് കൊടുത്ത് 5 to 8 വരും ആൻസർ. ഇനി ഇതാണെങ്കിൽ എങ്ങനെ വരും നോക്കേ? 3 എഴുതി 2 എഴുതി രണ്ട് നമ്പർ വെച്ച് ചെയ്യാവുള്ളൂ. 3 + 2 5, 3 + 3 6, 3652. ഇനി നെക്സ്റ്റ് ആണെങ്കിൽ നോക്കുക, ഈ 3 എഴുതി ഈ ഫസ്റ്റ് 3യും ലാസ്റ്റ് 2 ഇവിടെ എഴുതി രണ്ട് നമ്പർ വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 3 + 2 5, 6 + 3 9, 3 + 6 9 ആൻസർ ആയി. ശ്രദ്ധിക്കണം, ഇതിന് 4 ഡിജിറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ 5 എണ്ണം വരണം. ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെ 4 എണ്ണം വരണം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണെങ്കിൽ നോക്കുക, ഫസ്റ്റ് ഡിജിറ്റ് 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 എഴുതി ഈ 7 എഴുതി 7 + 4 11 ബാലൻസ് 1, 7 + 4. ഇനി 6 + 4 10, 10 + 1 11 ബാലൻസ് 1. Then 8 + 6 14, 14 + 1 15 ബാലൻസ് 1. 5 + 8 13, 13 + 1 14 ബാലൻസ് 1. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു 5 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ 6 എണ്ണം വരണം. ഓൾറെഡി നമുക്ക് 5 എണ്ണമായി. അപ്പൊ ഇത് ക്യാരി ചെയ്ത് കൊടുത്താൽ മതി. 6 4 5 117 ആൻസർ വരും. ഇവിടെ ആണെങ്കിൽ ഒരു 6 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റിസൾട്ടിനകത്ത് നമുക്കൊരു 7 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം
ഈ ഫസ്റ്റ് നമ്പർ എഴുതുക, പിന്നെ ലാസ്റ്റ് നമ്പർ എഴുതുക. 3 എഴുതി, 2 എഴുതി. ഈ 11 എന്ന രണ്ട് നമ്പർ, അപ്പൊ രണ്ട് നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കണം. 3 + 2 5 എഴുതി, 4 + 3 7 എഴുതി, 4 + 3 7 എഴുതി, 6 + 4 10 ബാലൻസ് 1 എഴുതി, 5 + 6 11 + 1 12 ബാലൻസ് 1 എഴുതി, 3 + 5 8 8 + 1 9 എഴുതി. അപ്പൊ നോക്കിക്കൊള്ളുക, ഇവിടെ ക്യാരി ചെയ്യാൻ ഒന്നും ഇല്ലായിരുന്നു. ഇതിനകത്തൊരു 6 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ആൻസറിൽ 7 ഡിജിറ്റ്സ് വന്നു. അത് നമ്മുടെ ആൻസർ. മൾട്ടിപ്ലിക്കേഷൻ ബൈ 11 ചെയ്യുന്ന പോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 111. അപ്പൊ ഞാൻ എല്ലാ നമ്പേഴ്സിനോടെയും അത് ഒന്ന് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ആൻസറിലെ ഡിജിറ്റ്സ് ഈ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ 1 മോർ ആണെന്ന്. ഇപ്പോൾ ഞാൻ പറയുന്നത് 2 മോർ ആക്കണം. 2 മോർ ആക്കണം. ഫോർ എക്സാമ്പിൾ ഇത് 1 എഴുതി, ഈ ഫസ്റ്റ് ലാസ്റ്റ് എഴുതിയിട്ട് ഇത് സം എടുത്ത് 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുക. 1 3 3 2 ആൻസർ ആയി. നെക്സ്റ്റ് ആണെങ്കിൽ ഇവിടെ 4 എഴുതണം. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈ നമ്പർ എഴുതാം. ഇനി ഇതിന്റെ സം എടുക്കണം. 4 + 8 12 ബാലൻസ് 1. അഗെയിൻ 4 + 8 12 12 + 1 13 ബാലൻസ് 1 ആയി. ഇത് 5 3 2 8 ആൻസർ ആയി. ഇതിനേക്കായി 2 മോർ ഡിജിറ്റ്സ് ആൻസറിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി നോക്കുക, നെക്സ്റ്റ് നോക്കുക. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് ഇനി ഇത് ഈ 3 എഴുതി, ഈ 2 എഴുതി. ഇനി നമ്മൾ ഒരു നമ്പർ ഇതാണ് എഴുതിയത്. ഇനി 2 നമ്പർ എഴുതണം. 3 + 2 5. ഇനി 3 നമ്പർ എഴുതണം. 3 + 3 + 2 എത്ര വരും? 8 വരും. 3 + 3 6 വരും. ഇനി ആൻസർ ഒക്കെ 3 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 5 ഡിജിറ്റ്സ് ആയി ആൻസർ ആയി. ഇവിടെ 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസറിൽ ഒരു 4 + 2 6 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. ഈ 3 എഴുതി, ഈ 2 എഴുതി. ഇനി 2 നമ്പർ 3 + 2 5. ഇനി 3 നമ്പർ 6 + 3 + 2 എത്ര വരും? 11 ബാലൻസ് 1. വീണ്ടും ഈ 3 നമ്പർ 3 + 6 + 3 12 + 1 13 ബാലൻസ് 1 വരും. 6 + 3 9 9 + 1 10 ബാലൻസ് 1 വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് ഒരു 6 ഡിജിറ്റ് വേണം. 6 ഡിജിറ്റ് വേണം. അപ്പൊ ഈ 3 ക്യാൻസൽ ആക്കി 4 എന്ന് എഴുതുക. 403152 ആൻസർ വരും. നെക്സ്റ്റ് അടുത്ത നമ്പർ നോക്കിക്കോളുക. ഇവിടെ നമുക്കൊരു 5 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ആൻസർ നമുക്കൊരു 7 ഡിജിറ്റ്സ് വേണം. ആദ്യത്തെയും അവസാനത്തെയും നമ്പർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെയിം ആയിട്ട് എഴുതുക. 5 7 എഴുതി. 4 + 7 11 ബാലൻസ് 1. ഇനി അപ്പൊ 2 നമ്പർ കഴിഞ്ഞ് ഇനി 3 നമ്പരാ. ഈ 3 1 ഉണ്ടായിട്ട് 3 നമ്പർ വെച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 6 + 4 + 7 17 17 + 1 18 ബാലൻസ് 1. അപ്പൊ നമ്മൾ ഈ 3 നമ്പറാണ് എടുത്തത്. ഇനി അടുത്ത 3 നമ്പറായി ഈ 3 നമ്പർ എടുക്കുന്നത്. അപ്പൊ ഇത് 18 വരും. 18 പ്ലസ് ബാലൻസ് 1 കൂടെ എടുക്കുമ്പോഴത്തേക്ക് 19 ബാലൻസ് 1. ഇനി ഇത് എടുത്താൽ ഈ 3 നമ്പർ എടുക്കുക. ഈ 3 നമ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 + 8 13 6 19 19 + 1 20 ബാലൻസ് 2 എഴുതുക. അപ്പൊ ആ 3ന്റെ കാര്യം കഴിഞ്ഞ് ഇനി 2 നമ്പർ 5 + 8 13 13 + 2 15 ബാലൻസ് 1. ഇപ്പൊ 2 നമ്പർ കഴിഞ്ഞ് ഇനി ഒരു നമ്പരേ ഉള്ളൂ. അതായത് അതിന്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്ത് 5 + 1 ആഡ് ചെയ്ത് 6 എഴുതുക. ഇത് ആൻസർ ആവും. ഇനി ഒരു നമ്പറും കൂടി ഉണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാംസിനൊക്കെ മിക്കവാറും കാണുന്നത് ഈ 1 1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഞാനിപ്പോ ഇത് ഈ 3 1 എഴുതുന്നോട് എത്ര 1കൾ വന്നാലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ലോജിക്ക് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ നോക്കിക്കൊള്ളുക. ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിൽ 3 എഴുതി, ലാസ്റ്റ് നമ്പർ 2 എഴുതി. 2 നമ്പർ ഇവിടെ 3 ഒന്നായിട്ട് 3 നമ്പറാണ് മെയിൻ ആയിട്ട് സെന്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ 2 നമ്പർ ഇവിടെയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം 3 നമ്പറുകൾ വെച്ചാണ്. അപ്പൊ ഇനി അടുത്തത് 3 + 2 5 എന്ന് എഴുതി. ഇനി ഈ 3 നമ്പർ ആഡ് ചെയ്യുക. അത് 7 എഴുതി. 9 എഴുതുക. 9 എഴുതുക. അത് 3 നമ്പർ. ആ 3 നമ്പർ കഴിഞ്ഞിട്ട് പിന്നെ ഈ 3 നമ്പർ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 13 വരും. ബാലൻസ് 1 എഴുതുക. അപ്പൊ അത് കഴിഞ്ഞ് ഇനി ഈ 3 നമ്പർ 15 15 + 1 16 ബാലൻസ് 1 എഴുതുക. അപ്പൊ അത് കഴിഞ്ഞ് ഇനി ഈ 3 നമ്പർ അതായത് 14 14 + 1 15 ബാലൻസ് 1 എഴുതുക. അപ്പൊ 3ന്റെ കാര്യം കഴിഞ്ഞ് ഇനി ഈ 2 നമ്പർ 5 + 3 8 8 + 1 9 എഴുതുക. പിന്നെ ആ 3 എഴുതുക. അത് പിന്നെ ശ്രദ്ധിച്ചു നോക്കുക. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ടോട്ടൽ 8 ഡിജിറ്റ്സ് വേണം. അപ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട്? ഇത് 3 എണ്ണം, ഇത് 3 എണ്ണം, പിന്നെ ഈ 3 ഇട്ട് കൊടുക്കുക. ആൻസർ ആയി. ഇപ്പൊ നമ്മളിപ്പം ഡിവിഷൻ ബൈ 9 ചെയ്ത പോലെ തന്നെയാണ്. അല്ലെങ്കിൽ
പിന്നെ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ബൈ 9 ചെയ്ത പോലെ തന്നെ ഡിവിഷൻ ബൈ 9 കൊണ്ട് ഈ 11 1 അങ്ങനെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 2/11 ചെയ്യണമെന്നിരിക്കട്ടെ. മിക്ക നമുക്കിപ്പോ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിന് നോക്കണമെങ്കിലോ ഡെസിമൽസിന് നോക്കണമെങ്കിലോ ഒക്കെ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ 2/11 ഇപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ 11ന്റെ ചെറിയ നമ്പർ ആണോ എന്ന് നോക്കിയിട്ട് അതിനെ ഇവിടെ കറക്റ്റ് ആണ് 2/11 11ന്റെ അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ന്യൂമറേറ്ററിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 വരും. അപ്പൊ നമ്മൾ ഇവിടെ 11 ആണ്, 2 നമ്പർ വെച്ചിട്ട് അത് റെക്കർ ചെയ്ത് പോകും 2/11. ഇനി നമുക്ക് 8/11 ഇരിക്കട്ടെ. 8/11 അപ്പൊ ഇതിനെങ്കിൽ ചെറിയ നമ്പറാണ്, സ്മാൾ നമ്പറാണ് ന്യൂമറേറ്റർ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് റെക്കർ ചെയ്തു. ഇപ്പൊ നമുക്ക് ഒരു 13/11 ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ വലുതാണ് ഇതിനെങ്കിൽ 13 എത്ര ടൈംസ് വരും, 1 ടൈം വരും. ബാലൻസ് എത്ര വരും, 2 വരും. അപ്പൊ ആ 2നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായിരിക്കും റെക്കർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഒരു 12/11 ആണെങ്കിൽ 12 എത്ര ടൈംസ് വരും, 1 ടൈം വരും. ബാലൻസ് എത്ര വരുന്നത്, 1 വരും. ആ 1നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 എഴുതരുത്, കാരണം 2 നമ്പർ വെച്ച് റിപ്പീറ്റ് ചെയ്താൽ പോകുന്നത്. അപ്പൊ 0 9 ആയിരിക്കും അവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇത് എഴുതിയ പോലെ തന്നെ നമുക്ക് ഒരു 2 ഇങ്ങനെ വന്നിരിക്കട്ടെ, 1 1 1 1 ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു 3 1 വന്നിരിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേ മെത്തേഡ് തന്നെ എടുക്കണം. എങ്ങനെയാന്ന് നോക്കുക. അതായത് 2നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 18 അല്ലേ, അപ്പൊ 3 1 വരുന്നത്. അപ്പൊ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് അത് റെക്കർ ചെയ്ത് പോകും, ആൻസർ ആവും. ഇനി നമുക്ക് 8/111 ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പോയിന്റ് ഇതിനെ ചെറിയ നമ്പറാണ്, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7 2 എഴുതുക, 3 നമ്പർ ഇടുക, ആൻസർ വരും. ഇത് നമുക്കൊരു 2 ഡിജിറ്റ് എഴുതി വെക്കാം. 53 ഇങ്ങനെയാന്നിരിക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ ചെറിയ നമ്പറാണ്. ഇപ്പൊ 53 × 9 നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 477 വരും. ഇവിടെ നമുക്ക് 3 നമ്പർ വെച്ച് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ പോയിന്റ് ഇതായിരിക്കും റെക്കർ ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് ഞാൻ കുറച്ചുകൂടി വലിയ നമ്പർ ആയതാണ് 253 ഇങ്ങനെ വന്നിരിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് എത്ര ടൈംസ് വരും, 253 222 വരും. അപ്പൊ ബാലൻസ് എത്ര വന്നത്, 31 വരും. ഇവിടെ ആ കോഷ്യന്റ് എടുത്ത് എഴുതണം. 2 ടൈംസ് 1 2 പോയിന്റ് നേരിട്ട് ബാലൻസ് വരുന്ന നമ്പറിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരുന്നത്, 279 അതായിരിക്കും ഇവിടെ റെക്കർ ചെയ്ത് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് എത്ര 2/4 വന്നാല് അവിടെ ഇതുപോലെ തന്നെ 9 2s are 18 എഴുതിയിട്ട് 4 പ്ലേസ് മാറ്റുക, അത് റെക്കർ ചെയ്ത് പോകും. നമ്പർ എഴുതാം. അതായത് 1213 ഡിവൈഡഡ് ബൈ 111 ഇങ്ങനെ എഴുതാന്നിരിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് എത്ര പ്രാവശ്യം വരും, ഒരു പ്രാവശ്യം വരും. ഇപ്പൊ 1213 നിന്ന് ഇത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 201 വരും. അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 9 വരും, 918 വരും. പക്ഷെ ഒരു പ്രശ്നം അതിനകത്ത് 3 നമ്പറേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ്, ഒരു 0 ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് റെക്കർ ചെയ്താൽ മതി, ആൻസർ ആവും. കുറച്ച് മാത്സ് സാധാരണ ബാങ്ക് എക്സാംസിന് മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്. 1 2 3 4 5 6 7 ഇവിടെ 8 എഴുതുന്നില്ല, 9 എഴുതിയിട്ട് 9 ഒന്നുകിൽ 9 വരും, അല്ലെങ്കിൽ വീണ്ടും 1 2 3 4 5 6 7 9 എഴുതിയിട്ട് 9ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ വരും. ഇപ്പൊ 18 വരാം. അതുപോലെ 1 2 3 4 5 6 7 9 × 45 വരാം. 1 2 3 4 5 6 7 9 × 9ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വന്നത് 72 എഴുതി. ഇപ്പൊ ഇങ്ങനെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് മൊത്തത്തിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കേ, 8 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അതിനേക്കാൾ 1 കൂടുതൽ ആൻസർ വരുത്താൻ പോവുകയാണ്. ഈ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പൊ ഇവിടെ 9 അതിനെ 9 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും, 1 വരും. അതൊരു 3 പ്രാവശ്യം വീതം നോക്കുക, എഴുതി നോക്കുമ്പോഴത്തേക്ക് ടോട്ടൽ ഒരു 9 ഡിജിറ്റ്സ് വരുന്ന ആൻസർ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെ വരും, സെയിം നമ്പർ ആണ്, പക്ഷെ ഇവിടെ 89 എന്നുള്ളൂ. 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും, 2 വരും. അതൊരു 9 ടൈംസ് അങ്ങ് എഴുതിയാൽ മതി, ആൻസർ ആകും.
ഇവിടെയാണെങ്കിൽ സെയിം നമ്പർ തന്നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 45നെ 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 വരും. അതങ്ങൊരു 9 ടൈംസ് എഴുതിയാൽ മതി, നമ്മുടെ ആൻസർ ആവും. ഇവിടെയാണെങ്കിൽ സെയിം നമ്പർ തന്നെ 72 ആണ്. 72നെ 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 8 വരും, നമ്മുടെ ആൻസർ ആയി. വർക്കൗട്ട് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഞാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മോഡലാണ് ഇപ്പോ ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. അത് 9 വരുന്നത് തന്നെ, പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ 1 2 3 ഓർഡർ പറയുകയാണെങ്കിൽ അതിനകത്ത് 2 ഇല്ല. 1 2 3 4 പറയുകയാണെങ്കിൽ 3 ഇല്ല. 1 2 3 4 5 പറയുകയാണെങ്കിൽ അതിനകത്ത് 4 ഇല്ല. 1 2 3 4 5 6 പറയുകയാണെങ്കിൽ 5 ഇല്ല. ആ ടൈപ്പ്. ഇതും ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡലാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ടോ? 2 ഡിജിറ്റ് ആകുമ്പോൾ 2 1 എഴുതിയിട്ട് 9 3s are 27 അല്ലേ വരുന്നത്. അത് യൂണിപ്ലേസ് നമ്പർ മാത്രം എഴുതുക. അപ്പൊ അതുപോലെ ഓരോ നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ 3 നമ്പർ ഉണ്ട്. അപ്പൊ 3 1 എഴുതിയിട്ട് 9 4s are 36 ആണ്. അതിൽ യൂണിപ്ലേസിലെ മാത്രം എഴുതുക. നെക്സ്റ്റ് ഇവിടെ ഒരു 4 1 ഉണ്ട്. അപ്പൊ 4 നമ്പർ ഉണ്ട്. 4 1 എഴുതിയിട്ട് 9 5s are 45ലെ 5 എഴുതുക. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാതെ, നമ്മൾ ഒന്നും പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 5 ഡിജിറ്റ് ആണ്. 5 നമ്പർ എഴുതിയിട്ട് ഇത് 4 എഴുതി. ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റിന്റെ യൂണിപ്ലേസിലെ നമ്പറാണ് എഴുതുന്നത്. ഇത് എനിക്കൊരു 6 നമ്പർ ഉണ്ട്. അപ്പൊ 6 പ്രാവശ്യം ഞാൻ 1 എഴുതി. 1 2 മൊത്തം ടോട്ടൽ നമുക്ക് 6 നമ്പർ ഉണ്ട്. ഇവിടെ വരുന്ന 63 ആണ്. അതിൽ 3 എഴുതി. ഇവിടെ എനിക്ക് മൊത്തം 7 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ 7 പ്രാവശ്യം എഴുതിനെ 1 എഴുതിയിട്ട് 72ന്റെ 2 എഴുതി. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞ തൊട്ട് മുന്നേ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ മൊത്തത്തിൽ 9 1 അങ്ങ് എഴുതുകയാണ്. 3 3 3. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽസ് ഇട്ടുതരാം. ഞാനിപ്പോ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാംസിനും റെയിൽവേയുടെ മറ്റുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത നല്ല സ്പീഡിൽ നമുക്ക് ആൻസർ ആക്കാം. പ്രത്യേകിച്ച് എപ്പോഴെപ്പോഴും എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.